പ്പെട്ട് ഉറക്കം ഒഴിഞ്ഞ് ജയനുണ്ടാക്കിയെടുത്ത ഒരുപാട് കാശ് ഒരു നടിയുടെ കൈവശം ആയിപ്പോയി എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ 1965 കരുനാഗപ്പള്ളിയിൽ കൃഷ്ണ മാച്ച് വർക്ക്സ് എന്ന് പറഞ്ഞൊരു തീപ്പെട്ടി കമ്പനി തുടങ്ങി. അപ്പോൾ അനുജനും എന്തെങ്കിലും ജോലി വേണമല്ലോ. അനുജനെന്ന് പറഞ്ഞാൽ അനുജനും ജ്യേഷ്ഠനും ഭയങ്കര ആത്മബന്ധമായിരുന്നു. അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും സ്ഥാനം അനുജനാണ്. അനുജന് കൊടുക്കുന്ന ആളായിരുന്നു ജയൻ. എന്നാൽ അദ്ദേഹത്തെ ഭയങ്കര പേടിയുമായിരുന്നു അനിയന്. എന്നാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ വരികയാണെങ്കിൽ മിക്കവാറും രാത്രി കാലങ്ങളിൽ വരും. കാരണം പകൽ വന്നാൽ ജനം വന്ന് കൂടും. അദ്ദേഹത്തിൻ്റെ കാറ് വരുന്നെന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് കൂടുന്നുള്ളതുകൊണ്ട് പലപ്പോഴും വരുന്നത് രാത്രിയാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ അനുജനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എപ്പോഴും സോമപിള്ളയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങലായിരുന്നു ജോലി. അങ്ങനെ അയാൾക്കൊരു ജോലി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ 1965 കരുനാഗപ്പള്ളിയിൽ കൃഷ്ണ മാച്ച് വർക്ക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. നല്ല വിജയകരമായി അത് പൂട്ടിക്കൈ കൊടുത്തു. അത് കഴിഞ്ഞ് 1972 ഉണ്ണാമലക്കട എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ മാധവ കാഷ്യൂസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. അതുപോലെ തന്നെ തഞ്ചാവൂരിൽ പുതുക്കോട്ടയിൽ ചെന്ന് ഒരു കാഷ്യൂ സ്ഥാപനം തുടങ്ങി, അണ്ടിപ്പരിപ്പിൻ്റെ സ്ഥാപനം തുടങ്ങി. സോമപിള്ളയുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ അതോ ജയേട്ടൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു ബിസിനസ്സിലും സോമപിള്ള വലിയ വിജയമായില്ല. ജയനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1972, 80 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ പോസ്റ്റ്മാനെ കാണാനില്ലേ നമ്മൾ കളയുകയാണെങ്കിൽ 1974 മുതൽ 80 വരെ 6 വർഷക്കാലം കൊണ്ട് വേറൊരു നടനും ഇന്ന് വരെ മലയാള സിനിമയിൽ നേടാൻ പറ്റാത്ത സ്ഥാനം നേടിയെടുത്ത് ഉയരത്തിലേക്ക് പോവുകയായിരുന്നു. ഞാൻ പറഞ്ഞോ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കുണ്ട്. ആകെ 123 സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. ഈ പറഞ്ഞ 6 വർഷത്തിനിടയിൽ 123 സിനിമ. ഇവിടെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഒരു വർഷത്തിൽ 1 പടം, 2 പടം, 4 പടം, 5 പടം ചെയ്ത വർഷങ്ങൾ ഒരുപാട് കാലം മുമ്പാണ്. ഇപ്പം 3 പടം 4 പടമൊക്കെ അല്ലേ അവർ ചെയ്യുന്നത്. ഒരു പടം വന്നാലായി, അതാണ് അവസ്ഥ. ആ കാലഘട്ടത്തിലാണ് 1978 പാവാടക്കാരി എന്ന് പറഞ്ഞ സിനിമ മുതൽ ലിസ വരെ. ലിസ നിങ്ങൾ കണ്ടിരിക്കും, ഹൊറർ സിനിമയാണ്. ബേബി സംവിധാനം ചെയ്ത ലിസ. നസീർ സാറും രവികുമാറും ജയനും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ്. ഭവാനിയും വിധുബാലിയും അടക്കം വലിയ താരനിരയുണ്ടായിരുന്ന സിനിമയാണ്, സീമി അടക്കം. പാവാടക്കാരി മുതൽ ലിസ വരെ 1978 32 സിനിമകളിൽ ജയൻ അഭിനയിച്ചു. 32 സിനിമകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഏതെങ്കിലും ഒരു നടനെ കൊണ്ട് കഴിയുമോ 32 സിനിമകളിൽ ഒരു വർഷം അഭിനയിക്കാൻ? 1979 രാത്രികൾ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ സിനിമ മുതൽ ആവേശം എന്ന് പറഞ്ഞ സിനിമ വരെ അദ്ദേഹം 25 സിനിമകളിൽ അഭിനയിച്ചു. ആ 25 സിനിമകളിൽ ഏറെക്കുറെ എല്ലാം നായകൻ അദ്ദേഹമായിരുന്നു. അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായ സിനിമയാണല്ലോ, വിജയ ഘടകമാണല്ലോ ജയൻ. 1980 അദ്ദേഹം മരിക്കുന്ന വർഷം അദ്ദേഹം ശക്തി എന്ന് പറയുന്ന സിനിമ മുതൽ മനുഷ്യമൃഗം വരെ 20 സിനിമകളുടെ നായകനായിരുന്നു. ആ 20 സിനിമയിലും അദ്ദേഹം തന്നെയായിരുന്നു നായകൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6 വർഷക്കാലം കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്ത് ജയൻ ഉണ്ടാക്കിയെടുത്ത സ്ഥാനം, ഇതിനപ്പുറം എന്താ പറയണ്ടേ? കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ജയൻ്റെ വിഗ്രഹം ഞാൻ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞ ഒരു കൊല്ലത്തുകാരനുണ്ട്, ശ്രീ സുരേഷ് ഗോപി. ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങിയ മനുഷ്യനാണ്. ഇപ്പോഴും ജനപ്രിയനായ നായകനാണ്. അദ്ദേഹം ഇപ്പോൾ MP ആണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, സ്വന്തം നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തരുമ്പെങ്കിലും സ്നേഹം താങ്കളുടെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ താങ്കൾ കൊല്ലം പട്ടണത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഇപ്പോൾ അനാഥമായി ഒരു ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുന്ന, രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വികൃതമാക്കിയ ഒരു മതിലിൻ്റെ മുന്നിൽ നിൽക്കുന്ന അനാഥനായ ജയനെ കൊല്ലം പട്ടണത്തിൻ്റെ നടുവിൽ കൊണ്ടാക്കാനുള്ള വലിയ മനസ്സ് സുരേഷ് ഗോപി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമാ ലൈഫ് എടുത്ത് നോക്കിയാൽ ഞാൻ വീണ്ടും പറയണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 1974 ശവമോഷത്തിൽ ആ പാട്ടുകാരനിൽ കഴിഞ്ഞ്, 76 പഞ്ചമിയിലെ ജോൺ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനിൽ കഴിഞ്ഞ്, 78 അദ്ദേഹം ശ്രീകുമാരൻ തമ്പിയുടെ ഏതോ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയിലെ പി വി സ്വാമി എന്ന് പറഞ്ഞ വേഷം ചെയ്തു. ശ്രീകുമാരൻ തമ്പി സാറിനോട് എനിക്ക് ഏറ്റവും ബഹുമാനവും കടപ്പാടും തോന്നുന്നത്, ഏതോ ഒരു സ്വപ്നം പോലുള്ള ഒരു സിനിമയിൽ, ഒരു മധ്യവർത്തി സിനിമയിൽ പി വി സ്വാമിയെ പോലുള്ളൊരു വേഷം, ആക്ഷൻ സിനിമയുടെ നായകനായി നിൽക്കുന്ന ജയനെ പോലൊരാളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ കാണിച്ച ചങ്കൂറ്റമാണ് എനിക്ക് തമ്പി സാറിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനങ്ങളിൽ ഒന്ന്. മനോഹരമായി ഏതോ ഒരു സ്വപ്നത്തിൽ പി വി സ്വാമിയായി ജയൻ അഭിനയിച്ചു. ആ വർഷം തന്നെ മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളിയമ്പ്
തച്ചോളി അമ്പൂവിൽ ബാപ്പു എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്ന 2 വേഷങ്ങൾ, ഇരട്ട വേഷങ്ങൾ. എനിക്ക് തോന്നുന്നു ആദ്യമായി ജയന് കാമ്പുള്ള 2 കഥാപാത്രങ്ങൾ കിട്ടുന്നത് തച്ചോളി അമ്പൂവിലാണ്. ബാപ്പു ആയാലും ശരി, അയാളുടെ മകനായി വന്ന കുട്ടിയായാലും ശരി, 2 ആ മുസ്ലിം വേഷങ്ങളും മനോഹരമായി പ്രകടനം കൊണ്ട് കാഴ്ചവെച്ച ഈ നല്ല ആരോഗ്യവാനായതുകൊണ്ട് വടക്കംപാട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്താ ചന്തം, നമുക്ക് കണ്ടു നിൽക്കാൻ കൊതി തോന്നും. അങ്ങനെ തച്ചോളി അമ്പൂവിൽ അദ്ദേഹം ഇരട്ട വേഷം ചെയ്തു. അത് കഴിയുമ്പോഴാണ് 1979 ശരപഞ്ചരം വരുന്നത്. ശരപഞ്ചരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ IAS തിരക്കഥ എഴുതി, KT മുഹമ്മദ് സംഭാഷണം എഴുതി, ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരത്തിലെ ഒരു കുതിരയും ജയനെയും പറ്റി നമ്മൾ ഇപ്പോഴും ആലോചിച്ചാൽ, 41 വർഷം കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും ആലോചിച്ചാലും കാലാതിവർത്തിയായ ഒരു സിനിമയായി ഞാൻ കണക്കാക്കുന്ന ഒരു സിനിമയാണ് ശരപഞ്ചരം. നമുക്ക് ബോറടിക്കില്ല. അതിൽ സൗദാമിനി എന്നൊക്കെ അദ്ദേഹം വിളിക്കുന്ന കേട്ടാൽ, ഷീല വിറച്ചോണ്ട് സ്ക്രീനിൽ നിൽക്കുന്ന കണ്ടാൽ, ആ രാജശേഖരൻ എന്ന് പറഞ്ഞ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതിലൊരു അക്കൗണ്ടൻ്റാണ്, ബ്രാഹ്മണൻ. അയാൾ ഒരു പാട്ട് പാടുന്ന ഒരു സാധനമുണ്ട്, കുതിരക്കാരനായി വന്ന് കുടുംബക്കാരനായി നിജമ്മ എന്ന് പറഞ്ഞ് പാടുന്ന ഒരു പാട്ടുണ്ട്. കുതിരക്കാരനായി വന്ന് കുതിരയ്ക്ക് എണ്ണയിടുന്ന ഒരു സീനുണ്ട്. അതിൽ ജയൻ എന്ന് പറഞ്ഞ അഭിനേതാവിൻ്റെ രാജശേഖരൻ എന്ന കഥാപാത്രത്തിൻ്റെ ഫ്രണ്ട് ഷോട്ടല്ല ഹരിഹര സാർ കാണിച്ചത്, കുതിരയെ മസാജ് ചെയ്യുന്നതിൻ്റെ ബാക്ക് ഷോട്ടാണ് കാണിക്കുന്നത്. ഭവാനിയും ബേബി സുമതിയൊക്കെ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന ആ വിഷ്വൽ ഇപ്പോഴും ആലോചിച്ചാലും ആ എന്താ പറയുക, മുതുകത്തെ മസിൽ ഇങ്ങനെ വിരിയുന്ന വേണം കാണാൻ. ഇങ്ങനെ ഇദ്ദേഹം കുതിരയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ ശരപഞ്ചരം എന്നും ഓർക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. അതുപോലെ ആ വർഷം തന്നെ 79 തന്നെ കഴുകൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ വേണു എന്ന് പറഞ്ഞൊരു തല്ലുകൊള്ളിയായി തുടങ്ങി പിന്നെ നല്ലവനാവുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. 80 ആയപ്പോൾ ശിവകുമാരൻ നമ്പി സാറിൻ്റെ നായാട്ടെത്തി. അമിതാഭ് ബച്ചൻ മനോഹരമായി അഭിനയിച്ച സർജീർ എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കായിരുന്നു. SI വിജയ് എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു ഇദ്ദേഹം ചെയ്തത്. പ്രാൺ ചെയ്ത വേഷമായിരുന്നു നസീർ സാർ ചെയ്തത്. പണംവാരി പടമായിരുന്നു ഹേംനാഗിൻ്റെ നായാട്ട്. അതുപോലെ 80 തന്നെ റിലീസായ സിനിമയാണ് അങ്ങാടി. അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായ ബാബു, വിദ്യാഭ്യാസമില്ലാത്ത ബാബു കോഴിക്കോട് അങ്ങാടിയിൽ നിന്നുകൊണ്ട് കാറിൽ വരുന്ന ഇൻസ്പെക്ടറായ രാഘവനെയും അയാളുടെ മുറപ്പെണ്ണായ സീമയുടെ മുന്നിൽ നിന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന T ദാമോദരൻ മാഷിൻ്റെ ഡയലോഗുകൾ എന്നും കാലാതിവർത്തിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങാടിയിലെ ബാബു. അതുപോലെ തന്നെ 80 വന്ന കരിമ്പന, ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പാറശാലയിൽ പന കയറുന്ന നാടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കഥയായിരുന്നു കരിമ്പന. കരിമ്പനയിലെ മുത്തൻ എന്ന് പറയുന്ന പന കയറുന്ന തൊഴിലാളിയായിട്ട്, പനയുടെ മേളിൽ ഇദ്ദേഹത്തെ ക്രൈം വെച്ച് കയറ്റി ഷൂട്ട് ചെയ്തതിനെക്കുറിച്ചൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു. അദ്ദേഹം പനയുടെ മേളിയിരുന്ന് ചെത്തുന്നതൊക്കെ ഈ ഡൂപ്പിടാൻ സമ്മതിക്കില്ല, അങ്ങനെ പനയുടെ മേളിയിരുന്ന് ചെത്തുന്ന സീനൊക്കെ എടുത്ത ആ കഥകളൊക്കെ എനിക്കൊരാൾ പറഞ്ഞു തന്നിരുന്നു. മനോഹരമായ വേഷമായിരുന്നു. അതുപോലെ തന്നെ ആ വർഷം തന്നെ ശിവകുമാരൻ നമ്പി സാർ ചെയ്ത ഇടിമുഴക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഭീമൻകുട്ടി എന്നൊരു ക്യാരക്ടർ ചെയ്തു. മീശയൊക്കെ പഠിച്ച് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഒരു മന്ദബുദ്ധി പോലൊരു ക്യാരക്ടർ, ഒരു അടിമ പോലെ ഒരു മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഭീമൻകുട്ടി. അവനെ മിസ്യൂസ് ചെയ്ത് അവസാനം അവൻ പൊട്ടിത്തെറിക്കുന്ന ഭീമൻകുട്ടി പൊട്ടിത്തെറിക്കുന്നത് തിയേറ്ററിൽ കയ്യടിയോടെയാണ് ആൾക്കാർ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ ഒരു റീമേക്ക് പടമായിരുന്നു IV ശശി ചെയ്ത മീൻ. മധുസാറിൻ്റെ രഹസ്യ ഭാര്യയിലുണ്ടായ മകനായി രാജൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കുണ്ട്. ബാബുവും രാജനുമാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹം ചെയ്ത വേഷങ്ങൾ. ജോസ് പ്രകാശ് ആയാലും MN നമ്പ്യാരായാലും രാജൻ എന്നൊക്കെ പറഞ്ഞ് MN നമ്പ്യാർ വിളിക്കുന്നത് കേൾക്കുമ്പോൾ രാജനും ബാബുവുമാണ് ഏറ്റവും കൂടുതൽ ജയൻ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേര്. മീനിലെ രാജൻ മനോഹരമായ വേഷമായിരുന്നു. അതുപോലെ എന്താ പറയുക, ചാകര എന്ന് പറഞ്ഞ് ഗോപിനാഥ് പനങ്ങാട് എഴുതിയ പ്രശസ്തമായ വാരികളിൽ വന്നിരുന്ന നോവലായിരുന്നു ചാകര. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചാകരയിലെ സേതുമാധവൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു കടാര, താടിയൊക്കെ വളർത്തിയ കടാരയും കൊണ്ടുവന്നിട്ട് കടപ്പുറത്തിരുന്ന് മണലിൽ കുത്തി തൻ്റെ രോഷം തീർക്കുന്ന സേതുമാധവനായി മനോഹരമായി. അതുപോലൊരു സേതുമാധവനാണ് കിരീടത്തിൽ മോഹൻലാൽ. നല്ല വേഷമായിരുന്നു ചാകരയിലെ സേതുമാധവൻ. ആ വർഷം തന്നെ മലയാളത്തിലെ അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ ഭരതൻ എന്ന് പറയാവുന്ന ആളാണ് മഹേന്ദ്രൻ. മുള്ളും മലരുമൊക്കെ ചെയ്ത മഹേന്ദ്രൻ. അദ്ദേഹം പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞ തമിഴ് പടത്തിൽ ജയനെ നായകനാക്കി. ഉപ്പുലി എന്നായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഹേംനാഗ് പ്രൊഡക്ഷൻ ചെയ്യാനിരുന്ന IV ശശിയുടെ ഗർജനം എന്ന് പറഞ്ഞ പടത്തിൽ നായകനാകാനിരുന്ന ആളാണ് ജയൻ. ജയൻ ഗർജനം ചെയ്തിരുന്നുവെങ്കിൽ, മലയാളത്തിലും തമിഴിലും ഗർജനം ഇറങ്ങിയിരുന്നുവെങ്കിൽ, അത് പിന്നെ രജനീകാന്താണ് ചെയ്തത്. ആ ഗർജനത്തിലൂടെ ചിലപ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടാത്ത രീതിയിൽ ജയൻ തമിഴ് സിനിമയിൽ അവിഭാജ്യ ഘടകമായി വളർന്നേനെ. അത്രയും പവർഫുള്ളായ വേഷമായിരുന്നു. അതുപോലെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ആവേശത്തോടെ പറയാനുള്ളത്,
ജോഷി സാർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ചെയ്ത ടൈഗർ സലീമാണ് ആദ്യത്തെ പടം, ഓടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്ന മൂർഖനാണ്, 1980 വന്നത്. ആ സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുതി കാണിച്ചത് ജയൻ അന്തരിച്ചു. ആ മൂർഖൻ എന്ന് പറഞ്ഞ സിനിമയിൽ പടം തുടങ്ങുമ്പോൾ ജയിൽ ചാടി വരുന്ന വിനോദ് എന്ന് പറഞ്ഞ കഥാപാത്രമായി വലിയ മതിൽ ചാടി കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ, സമ്പന്നമായ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഓടുന്ന വിനോദ്, പുറകെ 4-5 പോലീസ് നായ്ക്കൾ കടിച്ചു പറിക്കാനായി പുറകെ ഓടുന്നു. അതിൻ്റെ പുറകെ പോലീസും ജീപ്പും. അതിൻ്റെ ഷോട്ടുകൾ, ചടുലമായ ഷോട്ടുകൾ, അതിൽ ജയൻ കാണിച്ചിരിക്കുന്ന പ്രകടനം, അവസാനം വലയിട്ട് പട്ടികളെല്ലാം കൂടെ പിടിച്ചു കെട്ടി മരത്തി കെട്ടിയിട്ടിട്ട് രക്ഷപ്പെടുന്ന വിനോദായി ജയൻ അഭിനയിച്ചിരിക്കുന്ന ശക്തി തിയേറ്ററിൽ 75 പൈസ കൊടുത്ത് ഇങ്ങനെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന്, ആരെയും ഇനി മുന്നിലിരുത്തില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കണ്ടത് ഞാൻ ഇപ്പോഴും ആവേശമായി കൊണ്ടുനടക്കുന്ന ആളാണ്. ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വർഷക്കാലം കൂടി ജയൻ കേരളത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ, ജോഷി സാറും ജയൻ കൂട്ടുകെട്ടിൽ ഒരു 10-30 സിനിമ നമുക്കെന്നും കാണാവുന്ന ചടുലമായ, ജോഷി സാറിൻ്റെ ടേക്കിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, എല്ലാം ചടുലമായ ഷോട്ടുകളല്ലേ ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധായകനും ജയനും കൂടി ചേർന്നിരുന്നെങ്കിൽ ഒരു 10-30 നല്ല സിനിമ നമുക്ക് കാണാമായിരുന്നു. ഒരു 10 വർഷം കൂടി ദൈവം അനുഗ്രഹിച്ചിരുന്നെങ്കിൽ. അതാണ് 1980 വന്ന മൂർഖൻ. പിന്നെ കോളിളക്കത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട, അതിലും അദ്ദേഹം ബാബുവായിരുന്നു. ഹെലികോപ്റ്ററിൽ തൂങ്ങി രക്തസാക്ഷിയായ കോളിളക്കം. ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ജയൻ ചേട്ടനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത തടവറ, ആ തടവറയുടെ സെറ്റിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ സത്യനന്ദിക്കാടിനോട് അദ്ദേഹം ശടിച്ചു, എത്രയും പെട്ടെന്ന് എൻ്റെ പടത്തിൻ്റെ ഡബ്ബിങ് തീർക്കണം, കാരണം ഞാൻ കാശ്മീരിലെ ഐ വി ശശിയുടെ തുഷാരം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണ്. ആ പടം കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അദ്ദേഹം പറയുമായിരുന്നു, വേഗം എടുക്കണം, എൻ്റെ സീനുകൾ ഡബ്ബ് ചെയ്ത് തീർക്കണമെന്ന് വാശി പിടിക്കുകയും അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പോഷൻ മാത്രം എന്തോ ഡബ്ബ് ചെയ്യുകയും ചെയ്തു. സത്യനന്ദിക്കാടിനോട് ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഈ വിഷയം ചോദിക്കാം. സത്യേട്ടനെ നോവിച്ച സംഭവമായിരിക്കും, കാരണം തുഷാരം ഇദ്ദേഹം ചെയ്യാനിരുന്ന പടമാണ്. നിങ്ങൾ ആലോചിക്കുക, പട്ടാള വേഷത്തിൽ റാണി പത്മിനിയാണ്, പിന്നെ രതീഷ് നായകനായപ്പോൾ റാണി പത്മിനിയായിരുന്നു ഭാര്യ. ചിലപ്പോൾ ജയൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് റാണി പത്മിനിയായിരിക്കാം. പട്ടാള ഓഫീസറായി ബാലകൃഷ്ണൻ നായർ ആണ് ആ പടത്തിൽ അഭിനയിച്ചത്. അദ്ദേഹം സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നറിയുന്ന പട്ടാള ഉദ്യോഗസ്ഥനായ തുഷാരത്തിലെ നായകനായി ജയൻ വന്നിരുന്നുവെങ്കിൽ എങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തുഷാരം വലിയ വിജയമായിരുന്നു, രതീഷും വലിയ വിജയമായിരുന്നു തുടക്കക്കാരനാണെങ്കിലും. കാരണം ഐ വി ശശി ത്യാഗരായ മാഷിനെ വീട്ടിൽ കൊണ്ടുവന്ന് മഹാലിംഗപുരത്തെ വീട്ടിൻ്റെ മേളിൽ കൊണ്ടുവന്ന്, മഹാബലിപുരത്തെ വീട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഫൈറ്റൊക്കെ പഠിപ്പിച്ചിട്ടാണ് കാശ്മീരിൽ കൊണ്ട് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ രതീഷ് മോശമായില്ല. പക്ഷേ പട്ടാള യൂണിഫോം ഇട്ട് നിൽക്കുന്ന ജയൻ ചെയ്യുന്ന തുഷാരത്തിലെ നായകനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവിസ്മരണീയമാക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ നടന്നില്ല, വിധി അതിനനുവദിച്ചില്ല. അതുപോലെ പറയണമെങ്കിൽ ഒരുപാട് പറയണം. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കാണാനായി ഞാനും നസീർ സാറൊക്കെ അഭിനയിച്ചിരുന്ന നവോദയയുടെ ഒരു പുതിയ സിനിമയിൽ പുതിയ പിള്ളേരൊക്കെ അഭിനയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കതൊന്ന് കാണണം. അതിൽ എന്നെപ്പോലെ വില്ലനായിട്ടൊരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കൊരു ടിക്കറ്റ് വേണമെന്ന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കണ്ട ജയൻ. കാരണം മോഹൻലാലിൻ്റെ പ്രകടനം ആരോ പറഞ്ഞു കൊടുത്തു, ഒരു വില്ലനായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ വില്ലനായി തുടങ്ങിയ ജയനൊരു ആകാംക്ഷ അതൊന്ന് കാണാൻ. അങ്ങനെ അദ്ദേഹം കണ്ടു. നമ്മുടെ ഇപ്പോൾ മലയാള സിനിമയിൽ, വർത്തമാന മലയാള സിനിമയിൽ സഞ്ചാരി എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാൽ ജയനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ജയൻ്റെ നിടിയന്തോ വാങ്ങുന്ന വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ സഞ്ചാരി കണ്ടിട്ടില്ല. അപ്പോൾ അതിനുള്ള അങ്ങനെ ഒരു ഭാഗ്യം ജയന് കിട്ടിയിട്ടുണ്ട്, കാരണം ജയൻ അതിൽ അഭിനയിച്ചു. അപ്പോൾ അങ്ങനെയുള്ള നവാഗതർ അഭിനയിച്ചൊരു പടം ഓടുന്നു എന്നുണ്ട്. അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞ വിശാല മനസ്സുള്ള ആളായിരുന്നു ജയൻ. അങ്ങനെ കറുത്ത നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള, നമ്മൾ സിനിമകൾ കണ്ടു നോക്കൂ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന കറുത്ത ഷർട്ടുകളാണ്. കറുപ്പ് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കറുത്ത സ്ട്രാപ്പുള്ള വാച്ച് അല്ലേ, അങ്ങനെ കറുപ്പിനോട് വല്ലാത്ത അഭിനിവേശം, കറുത്ത റൈബാൻ ഗ്ലാസ്, ഇങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു അദ്ദേഹം. കേതുവിൻ്റെ ദോഷമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും അമ്മ പറയുമായിരുന്നു, അടുത്ത 4 മാസം മോനെ നിനക്ക് നിർണായകമാണ്, നീ സൂക്ഷിച്ച് വേണം, കാർ ഓടിക്കുന്നതായാലും ശരി, അഭിനയിക്കുന്നതായാലും ശരി, എല്ലാം നീ സൂക്ഷിക്കണം. കേതുവിൻ്റെ അവസാന സമയമാണ്, 4 മാസം വളരെ മോശമാണ് മോനെ എന്ന് പറയുമ്പോൾ സുസ്മേരവദനായി ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ അചഞ്ചലനായി ഇറങ്ങിപ്പോയിരുന്ന ആളായിരുന്നു ജയൻ. ഇതൊക്കെ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണ്ണൻ നായർ പറഞ്ഞു തന്ന കുറേ കഥകളാണ് ഇതൊക്കെ. എന്തായാലും മൂർഖൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ബാക്കി പൈസ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ജോഷി സാറും ആരിഫ ഹാസനും കൂടെ കൊണ്ടുകൊടുത്തു. സ്ഫോടനം എന്ന് പറഞ്ഞ് പിന്നെ വന്നൊരു സിനിമയുണ്ട്, അത് ഷീലയും ജയനും വിജയമൂസ് ബാബു എന്ന് പറഞ്ഞ പിന്നെ ഷീലയുടെ ഭർത്താവായി മാറിയ ബാബു സേവറും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. അത് നടക്കാതെ പോയി. അപ്പോൾ അതിൽ കുറച്ച് പൈസ എന്തോ ജയൻ മുടക്കിയിരുന്നു. ജയൻ മരിച്ച ശേഷം ആ വേഷം എന്താ പറയുക മമ്മൂട്ടിക്കാണ് കൊടുത്തത്.
മറ്റേ വേഷം സുകുമാരനും ചെയ്തു. അപ്പോൾ ആ സ്ഫോടനത്തിന് വേണ്ടി മുടക്കിയ പൈസ, ജയൻ മുടക്കിയ പൈസ ഷീല കൊണ്ടുവന്ന് ജയൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. പക്ഷേ ഇതൊക്കെ ചെയ്തെങ്കിലും മദ്രാസിലെന്തോ 75,000 രൂപ കൊടുത്തൊരു വസ്തു വാങ്ങാൻ അവിടെ ഒരു വീട് വെച്ച് അമ്മയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചൊരു വിവാഹം കഴിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ട ആളായിരുന്നു അദ്ദേഹം. ആ പൈസ മദ്രാസിലേതോ അണ്ണാച്ചി കൊണ്ടുപോയി. അഡ്വാൻസ് കൊടുത്ത പൈസ അവൻ കൊണ്ടുപോയി 75,000 രൂപ. അന്നത്തെ 40 വർഷം മുമ്പുള്ള 75,000 രൂപ ആലോചിച്ചു എത്ര ലക്ഷം, ഇന്നത്തെ എത്ര കോടി. അതൊക്കെ അങ്ങനെ ഒരുപാട് പൈസ പോയി പലരിലും. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഒരു എറണാകുളത്തുള്ള ഒരു നടിയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സിനിമകളിൽ അഭിനയിച്ച ഒരു നടിയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരു അച്ചായനും കുറേ പൈസ അടിച്ചിട്ട് പോയി. ഇങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പൈസ. പോട്ടെ, അടിക്കത്തുടിക്കുക അദ്ദേഹം പോയപ്പോൾ ഇനി എന്തിന് പൈസ അല്ലേ. എന്തായാലും 82 വയസ്സ് ഇന്ന് ജൂലൈ 25-ാം തീയതി തികഞ്ഞ ജയേട്ടന് അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാതെയാണ് ഈ ലോകം വിട്ടു പോയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ജയേട്ടനെക്കുറിച്ച് ഇതുവരെ ആരും അധികം പറയാത്ത ഇത്തരം കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.